ബാക്കി പുതിയതായിട്ട് വന്നവരും ഒട്ടും തന്നെ ഒരു പുതുമുഖമാണെന്നുള്ള തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നായിക പുതുമുഖമാണ്. നായിക പുതുമുഖമാണ്, എന്നാലും തോന്നുന്നില്ല നമുക്ക് കാണുമ്പോൾ. ഇപ്പോൾ പുതുമുഖത്തിൻ്റെ ഓരോ ഇത് തോന്നുന്നില്ല. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ നന്നായിരുന്നു. വിജയിക്കണമെന്ന് നന്നായിട്ട് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല ഫാമിലി ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടം കാണാം. മൂവി എങ്ങനെയുണ്ട് കണ്ടിട്ട്? വെള്ളി എവിടുന്ന് നമുക്ക് പറഞ്ഞായിരുന്നു. അതുമാതിരി തന്നെ വളരെ നല്ല സമകാലീന പ്രശ്നത്തിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു പ്രതിമ കൾച്ചറിനെ കുറച്ചുകൂടി സറ്റാരിക്കലി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള സാധാരണ മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങളെയും കൂടി അത് പ്രശ്നമാണ്. എങ്ങനെയാണ് നമ്മൾ ആവശ്യങ്ങളെ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്നൊരു ഈ പറഞ്ഞ മാതിരി റെഡ് ടെററിസം ഒരു ഘടകമാണ്. നമുക്കറിയാം കുറച്ച് ആദിവാസി വീടുകളിലൊക്കെ അല്ലെങ്കിൽ റിമോട്ട് ഏരിയകളിലൊക്കെ പോകുമ്പോഴും ഇതൊക്കെ എന്നും അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇതൊക്കെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കത് അത്ര ഭീകരമായി തോന്നുന്നു. പക്ഷെ കേരളം വിട്ട് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും ഇതൊക്കെ മനുഷ്യന്മാരുടെ ഭയങ്കരമായ ഇന്നും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഈ ഒരു പ്രതിമ കൾച്ചറിന്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ വളരെ രസകരമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ വെക്കേഷനും അതുപോലെ ഓണവും ഒക്കെ വരികയാണ്. അപ്പോൾ ആ ഒരു പ്രേക്ഷകർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മളത് മലയാളി ഭാഷ കുറച്ചുകൂടി പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു ജനത എന്നുള്ള രീതിയിൽ അവർക്കത് പെട്ടെന്ന് കണക്റ്റ് ആവും. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് കണക്റ്റ് ആവും. താങ്ക് യു. ഓക്കെ താങ്ക് യു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൂവി? ഉണ്ടെന്ന് തോന്നി? നന്നായിരുന്നു. സറ്റയർ എന്നുള്ള നിലയിൽ സറ്റയർ നമുക്ക് ശരിക്കും എല്ലാം കണ്ടു കഴിയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയാണല്ലോ. സറ്റയറായിട്ട് ഫീൽ ചെയ്തു. ഒരു നമ്മുടെ പഞ്ചവടി പാലത്തിൻ്റെ ഒക്കെ ആ ഒരു എനിക്ക് അങ്ങനെയല്ല, സത്യത്തിൽ ഇന്ത്യൻ ഒരു കൾച്ചറുണ്ട്. നമ്മൾ ഈ അമാനുഷികരെ എപ്പോഴും ആൾദൈവങ്ങൾ, അമാനുഷിക ശക്തികളെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു ശക്തികളെ എപ്പോഴും നമ്മൾ ആരാധിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. അതിന് സത്യത്തിൽ ഈ സമൂഹം യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയാം, ഇന്ത്യൻ ഒരു സാമൂഹിക അവസ്ഥ തന്നെ അതിമാനുഷികരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പ്രൊമോട്ട്, അവരെ അങ്ങ് സ്വീകരിക്കുകയും അവരിൽ നമ്മുടെ എല്ലാം അർപ്പിക്കുകയും അവരിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ അവസ്ഥയെ ശരിക്കും തുറന്നു കാട്ടുന്നത്. കാരണം എന്താണ് ഇപ്പം നമ്മളിപ്പോൾ ഈ പുതിയ സിനിമയുണ്ട് കലംബാസൻ എന്ന് പറഞ്ഞ ഒരു ആള്, നമുക്കത് മനസ്സിലാവും. പക്ഷെ നമ്മൾ കൂടുതൽ സൂക്ഷിച്ച് നോക്കിയാൽ ഇന്ത്യൻ അവസ്ഥയിൽ ഭക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം ഇത്തരം ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുത്ത കലംബാസുരനെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്.